ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. ഈ മ്യൂറൽ പെയിൻറ്റിങ് എങ്ങനെയാണ് വരച്ചത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആക്രിലിക് പെയിൻറ്റ്സ് ഉപയോഗിച്ച് ക്യാൻവാസിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. ഇത് ക്യാമലിൻ്റെ ക്യാൻവാസ് റോളാണ്. അതിന് 18x24 എന്നുള്ള സൈസിലൊരു പീസ് മുറിച്ചെടുത്താണ് ചിത്രം വരച്ചിരിക്കുന്നത്. ഇതെല്ലാം മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷുകളാണ്. 000, 1, 004 ഇതെല്ലാമാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷുകൾ. പിന്നെ ഒരു റൗണ്ട് ബ്രഷും ഒരു സിന്തറ്റിക് ബ്രഷും ഉപയോഗിച്ചിട്ടുണ്ട്. സിന്തറ്റിക് ബ്രഷ് പ്രധാനമായിട്ടും ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിന്ദുജം എന്നൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ റൗണ്ട് ബ്രഷ് ഞാൻ അവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ട പ്രകാരം ഒരു ചിത്രം റീക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ വീഡിയോ എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെൻസിൽ സ്കെച്ച് ചെയ്തതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നതാണ്. ഔട്ട്ലൈൻ ചെയ്ത് കഴിയാറായി. കണ്ണിന് നിറം കൊടുക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്, എന്നാൽ ശരി വീഡിയോ എടുക്കാമെന്ന്. ആദ്യം ബാക്ക്ഗ്രൗണ്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക മ്യൂറൽ പെയിൻറ്റിങ്ങിൽ. മ്യൂറൽ യെല്ലോ എന്ന കളർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെമൺ യെല്ലോ, യെല്ലോ ഓക്ക്, ഇന്ത്യൻ യെല്ലോ ഈ 3 കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് മ്യൂറൽ യെല്ലോ എന്ന കളർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 3 കളേഴ്സും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് മ്യൂറൽ യെല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 കോട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂറൽ യെല്ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഓർണമെൻറ്റ്സിലാണ് നമ്മൾ കളർ ചെയ്യുന്നത്. മ്യൂറൽ യെല്ലോ എന്ന കളർ തന്നെയാണ് നമ്മൾ ഓർണമെൻറ്റ്സിലും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓർണമെൻറ്റ്സിൽ ഞാൻ 2 ലെയർ അഥവാ 2 കോട്ട് മ്യൂറൽ യെല്ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വലിയ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ഏതാണ്ട് 10 ദിവസം എടുത്തു. നമുക്ക് ആദ്യം യെല്ലോ വെച്ച് പിന്നെ റെഡ് വെച്ച് അങ്ങനെ ഓരോ കളേഴ്സും അപ്ലൈ ചെയ്ത് വരണ്ടേ. അപ്പോൾ ഒരു ലെയർ ഉണങ്ങാണ്ട് അടുത്ത ലെയർ ഇടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി ചിത്രത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സമയമെടുത്തിട്ടാണ് നമ്മൾ പൊതുവെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബോഡി നമ്മൾ മ്യൂറൽ യെല്ലോ വെച്ച് പെയിൻറ്റ് ചെയ്തെടുക്കുന്നു. ഈ ചിത്രത്തിൽ 3 കോട്ട് മ്യൂറൽ യെല്ലോ ഉപയോഗിച്ചിട്ടുണ്ട് ബോഡിയിൽ മാത്രം. എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. യെല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മ്യൂറൽ റെഡ് എന്ന കളർ ഉപയോഗിച്ച് ഡീറ്റെയിലിംഗ് തുടങ്ങും. ഡീറ്റെയിലിംഗ് ചെയ്ത് കഴിയുമ്പോഴാണ് ചിത്രത്തിന് ഭംഗി വന്ന് തുടങ്ങുന്നത്. ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ. ഓരോ കളറും ഉണങ്ങി അടുത്ത കളർ അപ്ലൈ ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് ചിത്രത്തിന് ആ ഒരു ഡെപ്ത് നമുക്ക് കിട്ടിത്തുടങ്ങുന്നത്. ഇത് ജട അഥവാ മുടിയാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ബേസ് കോട്ട് മ്യൂറൽ യെല്ലോ തന്നെ ഇരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ മ്യൂറൽ റെഡ് അപ്ലൈ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ബ്ലാക്ക് ഉപയോഗിച്ച് മുടിയായിട്ടിങ്ങനെ വരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ലതയും വള്ളിയും ഒക്കെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ സാപ്പ് ഗ്രീൻ എന്നുള്ള കളറാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുക. ഞാൻ റെഫറൻസിന് എടുത്ത ചിത്രത്തിൽ ഇതെല്ലാം കുറച്ച് ബ്രൈറ്ററായിട്ടാണ് കാണിച്ചിരുന്നത്. സാപ്പ് ഗ്രീൻ ആകുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് വരിക, ഒരു ഡൾ ആയിട്ടുള്ളൊരു എഫക്റ്റാണ് വരിക.
ഞാൻ റെഫറൻസിനെടുത്ത ചിത്രത്തിൽ ഇതെല്ലാം ഒരു ബ്രൈറ്റർ ടോണിൽ വന്നതുകൊണ്ടാണ് പെർമനൻറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് ഞാൻ ചെയ്തത്. പിന്നെ അതൊന്നും കൂടി ഡാർക്കാക്കിയിട്ട് നടുക്കിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ സ്റ്റെപ്പായിട്ടൊന്നും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് തോന്നിയത് ഇടയിലിടയിൽ പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ലോട്ടസിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. രാത്രിയായിരുന്നു ഞാൻ ഡീറ്റെയിലിംഗ് ചെയ്തത്. അപ്പോൾ ആകെ ഒരു ഷാഡോ ഒക്കെ വന്ന് ഞാൻ ശ്രമിച്ചു നോക്കി, വീഡിയോയ്ക്ക് തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിന്ദുജം എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തെടുക്കുക. ഗണപതിയുടെ ഷെയ്ഡിങ് ആണ്, ലേപനം എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഒരുപാട് സമയമെടുത്തു ഷെയ്ഡ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഡേ ലൈറ്റിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റും അത്രേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ചിത്രം മുഴുവനും ഏതാണ്ട് കംപ്ലീറ്റായി. ബ്ലാക്ക് ഔട്ട്ലൈനിങ് ആണ്. ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ എടുത്തു എന്ന് പറയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് ഞാൻ ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ചെയ്തത്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. കാരണം കറുപ്പ് നിറം വേറെ എന്തിലെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ അത് നീരാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടയിലിടയിൽ നിർത്തി നമ്മുടെ ശ്രദ്ധ മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തും. അങ്ങനെയാണ് ബ്ലാക്ക് ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ചിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. മിഴി തുറക്കൽ അഥവാ നേത്രോന്മീലനം എന്നാണ് ഈ പ്രോസസ്സിന് പറയുന്നത്. മിഴി തുറക്കുന്നതിന് മുന്നേ ചിത്രത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കി അവസാനമാണ് കണ്ണുകൾ വരയ്ക്കുക. മിഴി തുറക്കുന്നതോടുകൂടി ചിത്രത്തിന് ജീവൻ വരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ മിഴി തുറന്ന് ചിത്രം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 18x24 സൈസിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.